ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഫ്ലോറ ഫാൻറ്റസിയ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ് കേട്ടോ. ഞങ്ങൾ ഇവിടേക്ക് പോകണത് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ഞങ്ങൾ ഒന്ന് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലോട്ട് കയറേണ്ട ആ സൈഡ് ഭാഗത്ത് തന്നെ ആയിട്ട് അവിടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെ റൈഡുകളും കാര്യങ്ങളും ആ ഗ്രീൻ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന ആ എൻട്രി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമുക്കിങ്ങനെ തല കറങ്ങണ മാതിരിയൊക്കെ തോന്നും. ഇതിങ്ങനെ അളക്കുന്ന സമയത്ത് തല ഇങ്ങനെ കറങ്ങണ മാതിരിയൊക്കെ തോന്നും. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് എത്തി. അങ്ങനെ ഉള്ളിലേക്ക് എത്തിക്കിന് നേരെ ഐസ് പോകുന്നത് താഴെ ഭാഗത്ത് ചെറിയൊരു പാർക്ക് ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു പാർക്ക് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്ക്. അപ്പോൾ അവിടേക്കാണ് ഓന് നേരെ പോണത്. പിന്നെ ഇപ്പുറത്ത് പൂളും ഉണ്ടായിരുന്നു. പൂളൊന്നും ഞങ്ങൾ ചെന്ന സമയത്ത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ ഓപ്പൺ ആവുന്നത് 11 മണിക്കാണ്. പിന്നെ ക്ലോസ് ചെയ്യുന്നത് 6 മണിക്കുമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ റൈഡ്സൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷമാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഞായറാഴ്ചയാണ് പോയത്. എന്നാലും അവിടെ അധികം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് മുകളിലോട്ട് പോകേണ്ട ആ സൈഡിലായിട്ട് വേവ് പൂളൊക്കെ ഉണ്ട്. പക്ഷേ വേവ് പൂളും ഇതുപോലെ തന്നെ എപ്പോഴും ഓപ്പൺ ആവൂല. അത് 4 മണിക്കാണ് ഓപ്പൺ ആവണത്. പിന്നെ അമ്യൂസ്മെൻറ്റ് പാർക്ക് മുകളിലും വാട്ടർ തീം പാർക്ക് താഴെ ഭാഗത്തുമായിട്ടാണ് കേട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ മുകൾക്ക് ഇങ്ങനെ പോകേണ്ട വഴിയിൽ തന്നെയാണ് നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. നമ്മൾ നൈലോണിൻ്റെ ഡ്രസ്സാണ് ഈ വാട്ടർ തീം പാർക്കൊക്കെ നമ്മൾ ഇറങ്ങണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് നൈലോണിൻ്റെ ഡ്രസ്സ് വേണം. അപ്പോൾ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ അവിടെ സ്പേസ് ഉണ്ടായിരുന്നു. നമ്മൾ ലോക്കർ എടുത്താൽ മതി. നമ്മൾ സാധനങ്ങളൊക്കെ അതിൽ വെക്കാൻ വേണ്ടി ലോക്കർ എടുത്താൽ മതി. ലോക്കറിന് ചെറിയ ലോക്കറിന് വരുന്നത് 30 രൂപയും വലുതിന് 60 രൂപയാണ് വരുന്നത്. പക്ഷേ ഞങ്ങൾ ചെറിയതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവിടെ ആദ്യം നമ്മൾ ഒരു 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം. ആ 100 രൂപ നമുക്ക് തിരിച്ചു പോരുമ്പോൾ കിട്ടുകയും ചെയ്യും കേട്ടോ. ഞാൻ ആദ്യം ലോക്കറിലൊക്കെ വെച്ച് ഫോണൊക്കെ പൂട്ടി പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയി ഫോണൊക്കെ എടുത്ത് വന്നതാണ്. നിങ്ങളും കൂടെ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പം കാണുന്നില്ല, അധികം ആൾക്കാരൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾ ആദ്യം കയറിയത് യന്ത്രൂഞ്ഞാലിൽ തന്നെയാണ്. അതിൽ നമ്മൾക്ക് കുട്ടികളെയും കയറ്റാം കേട്ടോ യന്ത്രൂഞ്ഞാൽക്ക്. പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ഉള്ളതുണ്ട്. പക്ഷേ ഐസൂന് എന്തായാലും 3 വയസ്സൊന്നും ആവാത്തതുകൊണ്ട് ഓന് അധികം റൈഡ്സിലൊന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ കൂടെ വേണമെങ്കിൽ നമുക്ക് കയറ്റാം, അല്ലാതെ ഓൻ ഒറ്റയ്ക്കൊന്നും കയറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ഇങ്ങനെ പോയിട്ട് അവിടെ ഒരു അക്വേറിയം ഉണ്ടായിരുന്നു. ഇതെനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഐസൂനും നല്ല ഇഷ്ടമായിക്കണേ. കാരണം ഒരു ഫിഷിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഓനും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്ക് കയറാൻ പറ്റുന്ന അധികം റൈഡ്സിലും കയറാൻ ഓന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഓന് ഹൈറ്റ് അധികം ഇല്ലാത്തതുകൊണ്ട് ഓന് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഒരു സങ്കടത്തിലായിരുന്നു. പക്ഷേ ഈ ഫിഷിനൊക്കെ കണ്ടപ്പം പിന്നെ ഓന് ഓക്കെ ആയി. ഈ അക്വേറിയം വരുന്നത് മുകൾ ഭാഗത്ത് തന്നെയാണ്. നമ്മളെ യന്ത്രൂഞ്ഞാലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ അക്വേറിയം വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ഈ സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട് കേട്ടോ. അത് ചെറിയ കുട്ടികൾക്ക് നല്ലോണം പറ്റും കേട്ടോ. എന്താ വെച്ചാൽ വലുതിലൊന്നും ഇതുപോലത്തെ ചെറിയ കുട്ടികൾക്കൊന്നും കയറാൻ അധികം പറ്റില്ല. പിന്നെ വലിയ കുട്ടികൾ ഉണ്ടെങ്കിൽ ഓലെ കൂടെ കയറാം. ഐസുവിനെ ഞങ്ങൾ ഒരു റൈഡിൽ അങ്ങനെ വേറൊരു കുട്ടീൻ്റെ കൂടെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഓനെ ഒറ്റയ്ക്ക് കയ്യിലും കയറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതേമാതിരി തന്നെ വാട്ടർ തീം പാർക്കിലാണെങ്കിലും നമുക്ക് നമ്മുടെ കൂടെ നമ്മളെ റിസ്കിൽ കുട്ടികളെ കൊണ്ടുപോകാം, അല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഐസൂനെ ഞങ്ങൾ എന്തായാലും അതിലൊന്നും കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം വാട്ടറല്ലേ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ചെറിയ കുട്ടികളല്ലേ. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ വഴികൾ ഇങ്ങനെ ആരോ മാർക്ക് ഇട്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് ആ ഭാഗത്ത് കൂടെ അങ്ങനെ കയറി പോവാം കേട്ടോ. പിന്നെ ഈ സൈഡ് ഭാഗത്ത് കണ്ടില്ലേ, നമ്മൾ ഇറങ്ങിപ്പോരുമ്പോൾ നമുക്ക് ആ സൈഡിൽ കൂടെ അങ്ങനെ വന്നിട്ട് താഴേക്ക് ഇറങ്ങാം. പിന്നെ നമ്മൾ പോകേണ്ട സമയത്ത് തന്നെ ഇവരൊരു സ്റ്റാഫ് നമുക്ക് ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കൂടെ വന്ന് കണ്ട് എല്ലാം കാണിച്ചു തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ചെന്ന സമയത്ത് അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ റൈഡ്സിലും കയറണം വെച്ചെങ്കിൽ മിനിമം 2 ആളെങ്കിലും വേണം. അപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പോരാൻ നേരത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായപ്പം അങ്ങനെയാണ് ചില റൈഡുകളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത്.
പിന്നെ വാട്ടറിലുള്ള റൈഡ്സാണ് നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റിയത്. എത്ര തവണ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. കാരണം അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എത്ര തവണ വേണമെങ്കിലും അത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ ചെല്ലുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒന്നെങ്കിൽ നമ്മൾ ചെല്ലേണ്ട സമയത്ത് കുറച്ച് നേരത്തെ ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ റൈഡ്സൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നതാവും നല്ലത്. എന്താ വെച്ചാൽ നമ്മൾ ഇതിനകത്ത് കയറേണ്ട സമയത്ത് ചിലപ്പോൾ നമുക്ക് തല കറങ്ങും, അപ്പോൾ നമുക്ക് വൊമിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അത്യാവശ്യം നല്ല ഫിഷിൻ്റെ ഒരു കളക്ഷൻസ് തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കയറിയത് ഇതുപോലൊരു തോണിയിലാണ്. അതിങ്ങനെ വെള്ളത്തിൽ കൂടി ഇങ്ങനെ ജസ്റ്റ് കറങ്ങണുള്ളൂ. ഞാനിങ്ങനെ താവും മേലേക്ക് പൊന്തും അങ്ങനത്തെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നല്ല, കുഴപ്പമൊന്നുമില്ല. അത് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിങ്ങനെ കറങ്ങേണ്ട സമയത്ത് ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഐസിങ്ങനെ ആകെ നോക്കുകയാണ്, എന്താ ഇത് സംഭവം, ഇതിങ്ങനെ ഈ സൗണ്ട് ഇപ്പോൾ എവിടെ നിന്നാന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിൽ പിന്നെ കുറച്ച് സമയം ഇങ്ങനെ കറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുകളിലോട്ട് നടന്നു വരേണ്ട സമയത്ത് ആ വേവ് പൂളൊക്കെ കണ്ടില്ലേ, അത് കഴിഞ്ഞ് കുറച്ച് മുകളിലോട്ട് പോരേണ്ട സമയത്ത് അവിടെ ഇലക്ട്രിക് കാർ ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഒരു 2 റൗണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, 2 തവണ ചെയ്തു. പക്ഷേ അത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മുകൾ ഭാഗത്തുള്ള ഏകദേശം റൈഡുകളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് കേട്ടോ, അത്യാവശ്യം വലിയ കുട്ടികൾക്ക് എന്തായാലും പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ചെറിയ കുട്ടികൾക്ക് ഉള്ളതാണ്. ഓർക്ക് വേറെ റൈഡ്സിലൊന്നും ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വലിയ കുട്ടികൾക്കുള്ള ഇതുണ്ടായിരുന്നു. ഐസുവിൻ്റെ കൂടെ ഞാനും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഓന് അതിൻ്റെ മുകൾക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും അതിൻ്റെ മുകൾക്ക് ഓൻ്റെ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. ആ സ്ലൈഡ്സ് അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് തന്നെ ഞാനും ഓൻ്റെ കൂടെ താഴേക്ക് ഞാനും കൂടെ പോന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കുറച്ച് ബോൾസൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ കുറേ നേരം ഓന് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിന്. അവിടെ ഓനൊരു നല്ലൊരു വാട്ടർമെലൻ്റെ ബോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഓന് അത്യാവശ്യം ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. കാരണം ബാക്കിയുള്ളിലൊന്നും ഓന് കയറാൻ പറ്റിയിട്ടില്ലല്ലോ. അങ്ങനെ ഓന് പോയി, ഓന് വിചാരിച്ച ആ വാട്ടർമെലൻ്റെ ആ ബോൾ എടുത്തുകൊണ്ട് പോന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ ഈ ഒരു സ്കൂട്ടറിൻ്റെ അടുത്തേക്കാണ് പോണത്. ഇതിൻ്റെ മുന്നേ ഓനെ ഒന്ന് റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊരു കുട്ടീൻ്റെ കൂടെ കയറിയിട്ടാണ് ഇവന് ചെയ്തത്. എന്ന് വെച്ചാൽ ഇവന് ഇതിൽ കാലൊന്നും താഴേക്ക് എത്തണില്ല. അപ്പോൾ കുട്ടികൾ നല്ലോണം പിടിച്ചിരിക്കണം. അതിങ്ങനെ മുകൾക്ക് പൊന്തുകയും താവുകയും ചെയ്യും. അപ്പോൾ അത്യാവശ്യം നല്ലോണം പിടിച്ചിരിക്കേണ്ടതുകൊണ്ട് തന്നെ വേറൊരു കുട്ടീൻ്റെ കൂടെയാണ് കേട്ടോ ഇതിൽ ഞങ്ങൾ ഇരുത്തിയിട്ടുണ്ടായിൻ്റെത്. പിന്നെ ഞങ്ങൾ ഇനി താഴോട്ട് പോവുകയാണ്. അവിടെയും ഇതുപോലെ തന്നെ കുറച്ച് ചെറിയ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് വലിയവർക്കും വേണമെങ്കിലൊക്കെ ചെയ്യാം. പക്ഷേ ചെറിയ കുട്ടികളതാണ്, എന്താ വെച്ചാൽ വെയിറ്റ് ഒന്നും ഇല്ലാത്ത കുറച്ച് വലിയ കുട്ടികൾക്കൊക്കെ അതിൽ ചെയ്യാം കേട്ടോ. ഈ സ്ലൈഡ്സ് എന്ന് പറയുന്നത് ഐസുവിൻ്റെ ഒരു ഫേവറേറ്റ് പാർട്ടാണ് കേട്ടോ. എന്താ വെച്ചാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ സ്ലൈഡ് ചെയ്യുന്നത്. ഞങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും ഇവന് ഈ സംഭവം ഉണ്ടെങ്കിൽ ഇതിന്ന് പോരാനേ നിൽക്കൂല കേട്ടോ. എപ്പോഴും അതിനകത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. ഭയങ്കര ഇഷ്ടമാണ് അവന് അത്. അങ്ങനെ പിന്നെ കുറച്ച് താഴോട്ട് പോന്നാൽ അവിടെയും കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റൗണ്ട് ചെയ്യേണ്ട സംഭവമുണ്ട്. ഇതിൽ നമുക്കും കയറാം കേട്ടോ. ഇതിലിങ്ങനെ കയറിയിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യാണ്. അപ്പോൾ ഇതിലവന് കയറാൻ പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ ഓന് അത്രയും ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അവിടെ പിടിക്കാനൊന്നും ഓന് പറ്റിയില്ല. അപ്പോൾ പിന്നെ ഓന് അതിലെന്തായാലും കയറിയില്ല. പിന്നെ അടുത്തത് ഈ ഇതിൽ തന്നെ പിന്നെയും വന്ന് ഇതിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് അങ്ങോട്ട് നേരെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വേറൊരു റൈഡ് ഉണ്ടായിരുന്നു. അതിൽ ഈ റോളർ കോസ്റ്റർ പോലത്തെ ഒരു റൈഡാണ്. അപ്പോൾ അതിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി അടുത്തത് വാട്ടർ തീം പാർക്കൊക്കെയാണ് പോകുന്നത്. അതിൻ്റെ മുമ്പായിട്ട് അവിടെ ഒരു ഹൊറർ ഹൗസും ഉണ്ട്. പിന്നെ ഒരു 3D ആനിമേഷൻ പോലത്തെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കാണാനാണ് ഇപ്പോൾ ഞങ്ങൾ താഴോട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുന്നത്. അതിൻ്റെ നേരെ താഴെ ഭാഗത്തായിട്ടാണ് പിന്നെ വാട്ടർ തീം പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഈ ഒരു കങ്കാരുവിൻ്റെ സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് എനിക്ക് കയറാൻ പറ്റിയില്ല. ഈ കങ്കാരുവിനെ ഇതൊക്കെ ഞാൻ ലാസ്റ്റാണ് കയറിയത്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ ഞാൻ ചെന്ന സമയത്ത് ആരും അതിനകത്ത് കയറാനില്ലായിരുന്നു. മിനിമം 2 ആളുകളിലും വേണം. അപ്പോൾ എനിക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ ഞങ്ങൾ പോണത് ഹൊറർ ഹൗസൊക്കെയാണ്. ഇതിനകത്തേക്ക് കുട്ടികളെ കയറ്റാതിരിക്കുകയാണ് നല്ലത് കേട്ടോ. കാരണം നന്നായിട്ട് നമുക്ക് പേടി തോന്നും. എനിക്കും ഭയങ്കരമായിട്ടും എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയായിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഞാൻ കണ്ണ് തുറന്നിട്ടില്ല. പിന്നെ ഐസോനി ഇതേപോലെ തന്നെ ഞങ്ങൾ കയറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ ഓന് ഒരു വട്ടമായിട്ടേ കണ്ടിട്ടുള്ളൂ. അത് ഞങ്ങളോനെ കണ്ണിങ്ങനെ പൊത്തി പിടിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ DJ അതിനകത്തൊക്കെ കയറിയപ്പോൾ മോന് വലിയ മൂഡില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് അതിനകത്ത് നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഇങ്ങനെ കുറച്ച് ഇവിടെ ഈ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ ഈ 3D ആനിമേഷൻ ഞാൻ പറഞ്ഞില്ല അതും ഉണ്ടായിരുന്നു. അതും എനിക്ക് കുറച്ച് പേടിയായി കേട്ടോ. എന്താ വെച്ചാൽ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ ഇവിടെയാണ് ആ സംഭവം ഉള്ളത്. അപ്പോൾ അവിടുത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ ഈ പാമ്പൊക്കെ വരുന്നുണ്ടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി. പാമ്പ് വരേണ്ട സമയത്ത് ഞാനിങ്ങനെ കണ്ണടച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വാട്ടർക്ക് ഇറങ്ങായതുകൊണ്ട് തന്നെ ഞാൻ ഫോണൊക്കെ ലോക്കറിൽ വെച്ച് പിന്നെ ഫോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ആരെങ്കിലും ഇവിടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് വെച്ചെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.